സ്വന്തം അച്ഛനെ 28ഓളം വെട്ടുവെട്ടിക്കൊന്ന പ്രജിൻ എന്ന 28 വയസ്സുകാരന്റെ ആ ഒരു രേഖാചിത്രം നോക്കുകയാണെങ്കിൽ, ജീവിതരേഖ ഒന്ന് നോക്കുകയാണെങ്കിൽ, പ്രശ്നത്തിനെല്ലാം കാരണക്കാരനായ രണ്ടാമതൊരാൾ ഒളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യമായി മറ്റൊരു വ്യക്തിയുടെ പേര് കൂടി അമ്മ വെളിപ്പെടുത്തുമ്പോൾ സംശയങ്ങൾ പലതരത്തിൽ ചുരുളഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരാൾ, അതായത് കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ സംശയാസ്പദമായ രീതിയിൽ ആ വീട്ടിൽ വരികയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഈ പ്രജിന്റെ മുറിയിൽ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു സംശയം ഒരു ബന്ധു പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം അമ്മ പറയുന്നത്, ഈ ഒരു പ്രജിൻ എന്ന ഈ ഒരു 28 വയസ്സുകാരൻ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് വന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിന് കാരണക്കാരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് നിയാസ്. അതായത് ചൈനയിൽ പോയി വിദ്യാഭ്യാസം, അതായത് ചൈനയിൽ പോയി ഈ MBBS പഠനം പൂർത്തിയാക്കാനായി തയ്യാറാകുമ്പോൾ ഒരു ഏജന്റ് വഴിയാണ് പോയിരുന്നത്. എറണാകുളത്തുള്ള ഏജന്റ് ആയിരുന്നു. ഡോക്ടർ നിയാസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏജന്റ് മുഖേനയാണ് ചൈനയിൽ പോയി MBBS പഠനം പൂർത്തിയാക്കാനായി ശ്രമിച്ചത്. ഈ ഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. കോവിഡ് സാഹചര്യത്തിൽ അവസാന സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ കയ്യിൽ പൈസ ഇല്ലാതിരുന്നതിൽ, കയ്യിൽ കാശില്ലായിരുന്ന ഘട്ടത്തിൽ ഈ കുടുംബം സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചാണ് പൈസ തരപ്പെടുത്തി എറണാകുളത്തുള്ള നിയാസിന്റെ പക്കൽ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ നിയാസ് വ്യൂഹാനിലെ ഈ കോളേജിലേക്ക് പണം അടയ്ക്കാതെ ആ പണവുമായി മുങ്ങുകയായിരുന്നു. പിന്നീട് ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് പ്രജിൻ തന്നെ കോളേജിന്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്തപ്പോഴാണ്, ഇമെയിൽ അയച്ചപ്പോഴാണ്, റിപ്ലൈയിലാണ് ഇക്കാര്യം വ്യക്തമായിക്കൊണ്ട് കോളേജും ഒരു എക്സ്പ്ലനേഷൻ നൽകിയത്. ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് താങ്കളുടെ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. അന്ന് മുതലാണ് സ്വന്തം പപ്പയോട് പ്രജിന് ഈ ഒരു ദേഷ്യവും വൈരാഗ്യവും തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഈ എറണാകുളത്തുള്ള നിയാസിന്റെ സ്ഥലത്ത് പോവുകയും, ഈ ഡോക്ടർ നിയാസിന്റെ ഏജൻസിയിൽ പോവുകയും കുത്തിയിരിപ്പ് സമരം നടക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഈ കഥ അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രജിന് സമ്മതമുണ്ടായിരുന്നില്ല. പ്രജിൻ പറയുന്നത് അപ്പൻ തന്റെ ഭാവി നശിപ്പിക്കാനായി പൈസ നൽകിയില്ല, പണം നൽകിയിരുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു. തന്റെ ഭാവി നശിപ്പിച്ചു എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പ്രജിൻ എന്ന 28 വയസ്സുകാരന്റെ നിഗൂഢ ജീവിതത്തിലേക്കുള്ള വഴി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ചൈനയിൽ നിന്ന് വന്നപ്പോൾ ഡൽഹിയിലാണ്, കോവിഡ് ടൈമിൽ വന്ന സമയത്ത് ഡൽഹിയിലാണ് ഇയാൾ ഇറങ്ങിയത്. ഡൽഹിയിൽ കുറച്ചുനാൾ ക്വാറന്റൈനിലായിരുന്നു. പിന്നീടാണ് കേരളത്തിലേക്ക് വീട്ടിലേക്ക് വരുന്നത്, തിരുവനന്തപുരത്തെ ഇവളുടെയിലെ വീട്ടിലേക്ക് വരുന്നത്. അന്ന് മുതൽ 2ാം നിലയിൽ ക്വാറന്റൈനിലായിരുന്നു. പിന്നെ ആ ഒരു ക്വാറന്റൈനാണ് പിന്നീട് കുറെ നാളുകളായി ഈ പ്രജിൻ സ്വീകരിച്ചു വന്നിരുന്നത്. ഒരിടയ്ക്ക് പ്രജിന്റെ ഈ ഒരു ജീവിതത്തിന്റെ മാറ്റമൊക്കെ കണ്ട് അച്ഛൻ ഉപദേശിക്കാൻ ശ്രമിച്ച അന്ന് മുതലാണ് അച്ഛന്റെ ശരീരത്തിൽ പ്രജിൻ കൈവയ്ക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുറത്തു വന്നപ്പോൾ അതിൽ വ്യക്തമാകുന്നത് 28ഓളം വെട്ട് 70 വയസ്സുകാരന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അതിൽ 3 വെട്ടാണ് മരണകാരണമായി പറയുന്നത്. അത് മാത്രമല്ല, വളരെ പഴക്കമുള്ള 1 മാസങ്ങളും 2 മാസവും അപ്പുറം പഴക്കമുള്ള അടിയുടെ പാടുകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടെന്നാണ്. അതായത് പപ്പയെ അല്ലെങ്കിൽ ഡാഡിയെ നിരന്തരമായി പ്രജിൻ ഉപദ്രവിച്ചു എന്നതിന്റെ അമ്മയുടെ വാക്കുകളുടെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഉണ്ടാകുന്നത്. ആദ്യമായി അച്ഛൻ ഉപദേശിച്ചതിനെ തുടർന്നാണ് പ്രജിൻ അച്ഛനെ അടിക്കാൻ തുടങ്ങിയത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. എന്തായാലും ഈ പ്രജിൻ സിനിമാ പഠനവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. അതായത് ഇവരുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഇവർ പോകുന്നത് കൊണ്ട് തന്നെ ഈ സിനിമാ പഠനവും സിനിമ എടുക്കുന്ന വീട് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയും ഒക്കെ തന്നെ അത്ര നല്ലതല്ല എന്ന് അച്ഛൻ ഉപദേശിക്കുകയുണ്ടായി. അന്ന് മുതലാണ് അച്ഛനും തല്ലാൻ തുടങ്ങിയത്. എന്തായാലും ആ സിനിമാ പഠനവും ഉപേക്ഷിച്ച് 3 മാസത്തെ കോഴ്സായിരുന്നു, അതും ഉപേക്ഷിച്ച് പ്രജിൻ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. പിന്നെ പ്രജിനെ കണ്ടത് മറ്റൊരാളായിട്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അമ്മയും തല്ലാൻ പ്രജിന് ഒരു മടിയും ഇല്ലായിരുന്നു. പിന്നീട് ഈ വീട്ടിൽ ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലീസിൽ ഒരു ദിവസം വിളിച്ച പരാതി പറഞ്ഞിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ പൈപ്പൊക്കെ തന്നെ പൊട്ടിക്കുകയും പോലീസ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കേട്ടാൽ പേടി തോന്നുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 7 വർഷമായി അവിടെ നടന്നിരുന്നത്. അവിടെ സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് അമ്മ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളോട് പിന്നീട് പറയുകയുണ്ടായി. അവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധി മലയാളി വാർത്തയോട് പ്രതികരിച്ചതൊന്ന് കേൾക്കാം. പുറത്തിരുന്ന് സാധാരണ ഒരു പൂട്ടുണ്ടല്ലോ കഥകളി, ആ പൂട്ട് പോയിട്ട് വേറെ പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. അത് അവിടെ താക്കോല് വെച്ചിട്ട് പോയാൽ അതിൽ അവിടെ ഒരു പോയിന്റ് അടയാളം ചെയ്തിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ താക്കോൽ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ആ വാദപ്പടിയിൽ ആ സ്റ്റെപ്പിന്റെ മുകളിലോട്ട് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അവനതറിയാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എന്തിനവിടെ പോയി, എന്തിനെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ വരും.
അപ്പം പിന്നെ അവൻ ഭയങ്കരമായി ഷൗട്ട് ചെയ്യും. ഇതൊക്കെ പേടിച്ചിട്ട് അവരങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഈ 7 വർഷത്തോളം മുകളിലേക്ക് അവർ പോകാനേ കണ്ടിട്ടില്ല. പോയി കാണൂലായിരിക്കും. വല്ലപ്പോഴും ഹാളന്ന് തൂത്തു വരാൻ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അങ്ങോട്ട് പോവേയില്ലേ? അത് വല്ലപ്പോഴും ഒരു ദിവസം അവ ഉള്ളപ്പോഴും അങ്ങ് പോയി ഹാള് തൂക്കുകയും തുടക്കുകയും ചെയ്യും. വേറെ ഒന്നും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. പ്രജൻ എന്ത് ചെയ്യാനും ശരിക്കും ഈ ഒരു ജോലി അങ്ങനെ അമ്മ പറഞ്ഞായിരുന്നോ? ഇല്ല, ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അവ എപ്പോഴും പൈസ ചോദിച്ചാലും കൊടുക്കില്ലെന്ന് പറഞ്ഞാലും പൈസ കൊടുക്കും. അപ്പോൾ ഭയങ്കര ബഹളം, ഷൗട്ട് കഴിയുമ്പോൾ പൈസ കൊടുക്കും. അപ്പോൾ എപ്പോഴെപ്പോഴും ഒരാൾ പൈസ ചോദിക്കുകയും പൈസ കൊടുക്കുകയും ഒന്ന് ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളിൻ്റെ എന്താണെന്നുള്ളത് അവർ അന്വേഷിക്കണ്ടേ. പിന്നെ അവർ എറണാകുളത്ത് പോയി 3-4 ദിവസം താമസിക്കുമെന്നാണ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പുറത്ത് എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ്, സന്തോഷത്തോടെയാണ്. പക്ഷെ വീട്ടിൽ ഈ മാതാപിതാക്കൾക്ക് ഈ പ്രശ്നമുള്ള കാര്യം ഇവർ ആരുമായിട്ട് ഷെയർ ചെയ്ത് കാണൂലായിരിക്കും. പക്ഷെ ഇവർ അടുത്ത ബന്ധുക്കൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ തന്നെ പ്രജിൻ്റെ ആളിയനും വലിയച്ഛൻ്റെ മോനൊക്കെ എന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പ്രജിനെ ജാമ്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അവൻ ഇത്രയും ക്രൂരമായി സ്വന്തം അച്ഛനെ കൊന്നതല്ലേ, അവൻ അവിടെ കിടന്നു വിട്ടു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പക്ഷേ എന്നാലും നിങ്ങളൊന്ന് അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ ആരും പോയി കണ്ടില്ലേ? ഞങ്ങളാരും പോയില്ല എന്ന് പറഞ്ഞു. അമ്മ പറയുന്ന അമ്മയ്ക്ക് പേടിയെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ അറിഞ്ഞാൽ അവൻ എന്നെ കൊന്നു കളയും എന്നുള്ളതാണ് അമ്മ പറയുന്നത്. പുറത്തിറങ്ങിയതൊന്നും പറയുന്നില്ല. അവർക്ക് ഒരു മാനസിക സംഘർഷമാണ് അവനെക്കുറിച്ച്. അവൻ ഇനി വന്നാൽ ഇനിയും എന്നെ ഈ മോളെ ആക്രമിക്കും, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നുള്ള ഒരു പേടി. പക്ഷെ അവൻ മണ്ടനാണ്. അവർ വാർത്തയ്ക്ക് ചെന്ന മാതാപിതാക്കളാണ്. ഒന്ന് ക്ഷമിച്ച് എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിച്ചാൽ സുഖമായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. അവളുടെ അച്ഛൻ അങ്ങനെ എല്ലാം ഒരു മോനേ ഉള്ളൂ, എല്ലാം അടക്കി പിടിക്കുന്ന ഒരാളല്ല. അപ്പം മനസ്സിനകത്ത് എന്തോ വന്ന വൈകല്യമായിരിക്കാം ഇതൊക്കെ കാരണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയില്ലല്ലോ. എപ്പോഴും മാതാപിതാക്കളോടൊത്തൊരു സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പറ്റിയ ഒരു ചാബല്യമായിരിക്കാം. ഇല്ലെങ്കിൽ ഇത്ര ക്രൂരമായി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ അന്ന് ആ മരണ വീട്ടിൽ അന്ന് അവർ പെന്തക്കോസ്തല്ലേ, അപ്പോൾ അവർക്ക് ഈ വരുന്നവരെ ഒരു ചെറിയ അനുശോചനം പറയുന്നൊരു ഇതുണ്ട്, ശീലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതും നമ്മളെപ്പോഴും മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും നമ്മുടെ രോഗവും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പം അമ്മ ഒരു രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുള്ള സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക ലാഭങ്ങൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതെല്ലാം നമ്മൾ മക്കളുമായി ഷെയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ മക്കൾ മനസ്സിലാക്കാതാവും. അവർ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ അതുണ്ട് ഇതുണ്ട്, അവിടെ വസ്തുണ്ട് ഇവിടെ വസ്തുണ്ട്, അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ അതിന് എത്ര സേവിങ്സ് ഇവർക്കുണ്ട് എന്നുള്ളത് മക്കൾക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ദാരിദ്ര്യവും സമ്പത്തും രോഗം എത്രയും മാതാപിതാക്കളെ മക്കളെ നോക്കാതിരിക്കുന്നു. അവരെ കുഞ്ഞുകാലത്ത് ഇവരെത്രയും അവരുടെ ജീവിതം മൊത്തം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി അവർ പഠിപ്പിച്ച് നല്ല ഒരു പൊസിഷനാക്കുമ്പോൾ ഈ മാതാപിതാക്കളെ തിരിഞ്ഞു വന്ന് നോക്കാൻ മക്കൾക്ക് സമയമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് മുൻപായി പ്രജന്റെ വീട്ടിനകത്ത് ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. ഈ മോഷണ ശ്രമം നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്രജൻ ആ മോഷണ ശ്രമത്തെക്കുറിച്ച് നേരത്തെ തന്നെ എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമം പ്രജൻ തന്നെ ചെയ്തു കൂട്ടിയതാണ് എന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല, തൊട്ടടുത്ത വീട്ടിലെ പൈപ്പ് പ്രജൻ ഒരു ദിവസം പൊട്ടിച്ചു കളയുകയുണ്ടായി. അവിടെ മുഴുവനും വെള്ളമാക്കുകയും അത് കണ്ട് സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് വളരെ വലിയ രീതിയിൽ സന്തോഷിച്ചതിന് ശേഷം ആക്രോശിക്കുന്ന ഒരു പ്രജനെയാണ് കുടുംബം കണ്ടത്. അന്ന് പോലീസിനോട് പരാതി നൽകിയിരുന്നു. പോലീസ് വന്നാണ് പിന്നീട് ആ തർക്കമൊന്ന് പരിഹരിച്ചു വിട്ടത്. എന്നാൽ വീട്ടുകാരോട് വലിയ ദേഷ്യത്തിൽ കാണിക്കുന്ന പ്രജൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും വലിയ സന്തോഷത്തിലും വലിയ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അത്തരത്തിലൊരു ഇരട്ട സ്വഭാവമുള്ള ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും നാളും ആ അമ്മയും അച്ഛനും സഹിച്ചത്. അമ്മയും അച്ഛനും പറയുന്നത് എന്തിനി അവൻ അല്ലെങ്കിൽ ആ അമ്മ പറയുന്നത് എന്തിനി അവനെ നോക്കണം, അവന് ജാമ്യം കിട്ടുകയില്ലാതെയോ ഇല്ലയോ, ഇനി എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്കറിയില്ല ഒരു അച്ഛനെ ഒരു പിതാവിനെ ക്രൂരമായി ഇങ്ങനെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ അവനൊരു മകന്റെ സ്ഥാനം എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് അമ്മ വ്യക്തമാക്കുകയാണ്. എന്തായാലും കേട്ടാൽ ഞെട്ടിക്കുന്ന, രക്തം മരവിപ്പിക്കുന്ന ഓരോ സത്യങ്ങളാണ് ഓരോ കുടുംബത്തിൽ നടക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്.